കുഞ്ഞിലെ മുതലേ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. മക്കളെ, നമ്മളെ ഇല്ലായ്മയെന്ന് പാവപ്പെട്ടവരെ സഹായിക്കണം. അതുകൊണ്ട് തന്നെ ഈ 40-ാം വയസ്സിലും എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ എന്നോട് ആരെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാതിരുന്നിട്ടില്ല. പറ്റണ കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറ്റുമെന്ന് തന്നെ ഞാൻ പറയും. പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് ചോദിക്കും എന്തെങ്കിലുമൊക്കെ സഹായം. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നും തോന്നലേന്ന് പറയും. അങ്ങനെയുള്ളവരെ ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുകയും ചെയ്യും. കാരണം പിന്നീട് പ്രതീക്ഷ കൊടുക്കൂല. കഴിഞ്ഞ വർഷം വരെ പല കാര്യങ്ങളും ഞാൻ ആരും അറിയാതെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എനിക്ക് പിന്നീട് മനസ്സിലായി, അത്യാവശ്യം ഫോളോവേഴ്സും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ നല്ല റീച്ചൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ആർക്കെങ്കിലും കുറെ പാവത്തുങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം. അങ്ങനെ വിചാരിച്ചാണ് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ മുമ്പേക്ക് ഓരോ സഹായങ്ങളായിട്ടൊക്കെ എത്തിയത്. കാരണം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ പറഞ്ഞ കാര്യങ്ങളല്ല. നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് കൊണ്ട് മാത്രമാണ് മറ്റുള്ള ഒരുപാട് പേരുടെ ആവശ്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയത്. ഇപ്പം തന്നെ ഏതാണ്ട് 12 പേർക്ക് നമുക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റി, 2 കല്യാണം നടത്തി കൊടുക്കാൻ പറ്റി. അതുപോലെ ഒരുപാട് പേർക്ക് ഇപ്പം ഒരു 10-30 പേർക്ക് എല്ലാ മാസവും അവരെ വീട്ടിൽ അരി സാധനങ്ങളെല്ലാം ഒരു മാസത്തേക്കുള്ളത് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ്, എന്നെ നിങ്ങൾ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതിലെ എനിക്കൊരു നിർബന്ധമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടാൻ ഉണ്ടാക്കുന്ന പൈസ ഒരു പൈസ പോലും വെറുതെ പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ നോക്കി ഇടപെട്ട് അവരുടെ വീടുകളിൽ പോയി അവരുടെ അവസ്ഥ കണ്ടിട്ട് തന്നെയാണ് വീഡിയോ ഇടുന്നതും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നതും നിങ്ങളുടെ അടുത്തേക്ക് എന്തെങ്കിലും സഹായമായിട്ട് ഞാൻ പറയണത്. എനിക്ക് നിങ്ങളുടെ അടുത്തുള്ള വിഷമമുള്ളൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് തന്നെ. എൻ്റെ സ്വന്തം കാര്യം പോലും പലപ്പോഴും ഞാൻ മാറ്റി വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. 100-ൽ കൂടുതൽ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും കിട്ടാത്തൊരു സന്തോഷവും സുഖമാണ് സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വീടുകളായിട്ടും അവരെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. ഈ നന്ദിയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ ഓരോ വീടുകളിൽ പോകുമ്പോഴും പറയും നിങ്ങളെ നന്ദിയൊന്നും എനിക്ക് വേണ്ട, നിങ്ങളെ കാര്യം നടക്കണം, ടാറ്റാ ബൈ ബൈ സീ യു, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഒരു ബന്ധങ്ങളും ഞാൻ അങ്ങനെ വയ്ക്കുകയില്ല കേട്ടോ. അതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങളിൽ ഒരുപാട് പുതിയ ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മളെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഈ പഴയ കാര്യങ്ങളിൽ പിടിച്ചു തൂങ്ങി നിന്നാൽ അതിനേ സമയം വരെയുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു വളരെ വിഷമത്തോടും ഒരു ഇൻഫർമേഷൻ ആയിട്ടുള്ളൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. കാരണം നമ്മൾ ഈ പലർക്കും വീഡിയോ വെച്ച് കൊടുക്കുന്ന വീഡിയോ കേടും നിങ്ങളെല്ലാവരും കാര്യമായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഒരു സംഭവം എന്ന് വെച്ചാൽ പല ആൾക്കാരും അവരുടെ ആവശ്യം കഴിഞ്ഞാലും വീണ്ടും കൊടുക്കുന്ന ആൾക്കാരെ വീണ്ടും വിളിച്ച് ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ അറിഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പലരും എന്നെ വിളിച്ച് പറയും ശാലു അവർ വിളിക്കുന്നുണ്ട്, അവരുടെ അവസ്ഥ എന്താണെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇന്ന് വരെ നമ്മൾ സഹായിച്ചിട്ടുള്ള ഒരാളിനും ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ ഒരു കാര്യങ്ങളും നമ്മൾ നോക്കാതിരുന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും 100% ഹാപ്പി ആയിട്ടാണ് അവർ പോണത്. കണ്ടിട്ടാണ് നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് പോണത്. ഈ വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും രണ്ടാമതും മൂന്നാമതും ഓരോരുത്തരെ വിളിക്കണമെന്ന് ഞാൻ അറിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നൊരു റീസെൻ്റ് ആയിട്ട് നടന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെമ്പൂർ ഒരു കല്യാണം നടത്തി കൊടുത്തു. അപ്പോൾ കല്യാണം നടത്തി കൊടുക്കുന്ന സമയത്ത് അവർ 4 ലക്ഷം രൂപ നമ്മൾ എല്ലാവരും കൂടെ കളക്ട് ചെയ്ത് കൊടുത്തു അവർക്ക് അവരുടെ കല്യാണ ചെലവിന് വേണ്ടിയിട്ട്. പക്ഷേ കല്യാണ ചെലവിനെന്ന് പറഞ്ഞ് വെച്ചിരുന്ന പൈസ അവർ എടുത്ത് പണയം വെച്ചിരുന്ന സ്വർണ്ണമൊക്കെ അവരെടുത്ത്. ഇതിലെന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 53,000 രൂപയ്ക്ക് പലവ്യഞ്ജന സാധനങ്ങൾ എടുക്കേണ്ടി വന്നു. അവിടെ കടം വെച്ചിട്ടാണ് ഇവർ സാധനം എടുത്തത്. അത് കല്യാണം കഴിഞ്ഞ ഉടനെ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഏതാണ്ട് ഇന്ന് ഒരാഴ്ച കഴിഞ്ഞ് 4-ാം തീയതി നടന്ന കല്യാണം ഇന്നിപ്പോൾ 12-ഓ 13-ഓ ആയി. അപ്പോൾ ഇത്ര ദിവസമായിട്ട് അവിടെ അവർക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല കടക്കാരന്. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്ന് കടക്കാരൻ്റെ ബില്ലെല്ലാം ഞാൻ ഇന്ന് സെറ്റിൽ ചെയ്ത്. പക്ഷേ സത്യം പറഞ്ഞാൽ 53,000 എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ വീട് പണിക്ക് വെച്ച് വേണ്ടി എൻ്റെ വീടിൻ്റെ ബാലൻസ് പറിച്ച് പണിയുണ്ടായിരുന്നു. അതിനുവേണ്ടി വെച്ചിരുന്ന പൈസയാണ് ഞാൻ അടുത്ത് ചിലവാക്കിയത്. പക്ഷേ ഈ വീട്ടുകാർ പോലും പല ആൾക്കാരുടെ അടുത്തും വിളിച്ചിപ്പോൾ പൈസ ചോദിക്കണമെന്ന് പറഞ്ഞ് ഈ വീട് വെച്ച് കൊടുത്ത 12 വീട്ടുകാർക്കും ഞാൻ അവരുടെ നിന്നും ഒരു ചായ പോലും ഈ നിമിഷം വരെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഇടപെടുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവരാരെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചോദിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്താൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ എന്നെ ഫോൺ നമ്പറിൽ വിളിച്ചൊന്ന് പറയണേ. കാരണം വേറെ ഒന്നുമല്ല, ഒരാളിൻ്റെയും ഒരു പൈസയും അങ്ങനെ ആരും വെറുതെ കൊണ്ടുപോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മളൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് ഈ സാമ്പത്തികമായിട്ടൊക്കെ എന്നെ സഹായിക്കുന്നത് പാവപ്പെട്ടവരാണ്. അവരുടെ വരുമാനത്തിൽ നിന്ന് 10 രൂപയാണെങ്കിൽ 10 രൂപ, 1 രൂപയാണെങ്കിൽ 1 രൂപ, 100 രൂപയാണെങ്കിൽ 100 രൂപ, 1000 രൂപ അവരുടെ ഇല്ലായ്മയെന്ന് തരണതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു പൈസ പോലും വെറുതെ പോരുന്ന എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. മാക്സിമം നിങ്ങൾ എല്ലാവരിലോട്ട് ഇത് ഷെയർ ചെയ്യണം. കാരണം 1 രൂപ പോലും നമ്മൾ കൊടുക്കുന്നവർക്ക് തന്നെ വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പുതിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാതെ പോകും. നമുക്ക് ഒരുപാട് ഒരു 10-100 പേർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കണം. പക്ഷേ അതൊന്നും നടക്കാതെ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എനിക്ക് ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരണം. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇതുവരെ നിങ്ങളുടെ അടുത്ത് ഞാൻ അപേക്ഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ 20-ാം തീയതി ഒരു വീടിൻ്റെ പാലിയാച്ചുണ്ട്, 25-ാം തീയതി ഉണ്ട്,
8-ാം തീയതി ഒരു വീടിൻ്റെ പാലിയേജ് ഇറങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ട 3 വീടിൻ്റെ പരിപാടി ഇപ്പം ഫൈനൽ സ്റ്റേജാണ്. അവരുടെ അടുത്തൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് ആരടുത്തും പൈസ ചോദിക്കാൻ പറഞ്ഞിട്ടില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളിത് കാര്യങ്ങൾ ഓട്ടിക്കും. പിന്നെ എനിക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തരണ പൈസയൊക്കെ അതിൻ്റെ 10 മടങ്ങായിട്ട് ഞാൻ കൃത്യമായിട്ട് ദൈവത്തിന് മുമ്പാകെ ഞാൻ ചിലവാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരാളിൻ്റെ ഒരു ചില്ലിക്കാശ് എനിക്കും വേണ്ട, വേറൊരാൾ ചുമ്മാ പറ്റിച്ചിട്ടും പോകണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. എന്തെങ്കിലും ആർക്കെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ചോദിച്ചത്. അവരുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ കല്യാണം നടന്ന വീട്ടിൽ ഉൾപ്പെടെ അവർക്കൊന്നും ഒരു ബാധ്യതയും ദൈവത്തിൻ്റെ കാരണം കൊണ്ട് കല്യാണത്തിൽ ഒരു ബാധ്യതയും ഞാൻ വച്ചിട്ടില്ല. അവരുടെ എല്ലാ ബാധ്യതയും ഞാൻ തീർത്തിട്ടുണ്ട്. കാരണം എൻ്റെ വീട് പണിക്ക് വേണ്ടി വെച്ചിരുന്ന 53,000 രൂപയാണ് ഞാൻ ഇപ്പോൾ എടുത്ത് ആ കടയിലെ ബില്ല് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചില്ലിക്കാശ് പോലും ഒരാൾക്കും ഞാൻ ബാധ്യത വച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആർക്കും രണ്ടാമതും മൂന്നാമതും ആരെ സഹായിക്കാൻ നിൽക്കേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണം. കാരണം നമുക്ക് പുതിയ ഒരുപാട് ആൾക്കാരെ ഞാൻ ഇപ്പോൾ തന്നെ ഒരു 10-15 പേരുടെ ലിസ്റ്റ് എടുത്ത് വച്ചിട്ടുണ്ട്. പാവങ്ങളാണ്. കാരണം നമ്മൾ കരഞ്ഞു പോകും. അത്രയും ദയനീയമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കിനി അങ്ങോട്ട് സഹായിക്കാനും വീട് വെച്ച് കൊടുക്കാനും ആഹാരങ്ങളായിട്ടും കല്യാണം നടത്തി കൊടുക്കാനും ഒക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ ചെയ്യണം. ഓടി നടന്ന് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഇതുവരെ തന്ന സഹകരണം ഇനിയും വേണം. ഒരുപാട് സന്തോഷം. ഒപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, നിങ്ങളുടെയൊക്കെ വീട്ടിലെ പ്രാർത്ഥനകളിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മിക്കണം. എൻ്റെ കുടുംബത്തിനെ മാത്രമല്ല, നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. ഇല്ലായ്മയെന്ന് സഹായിക്കണ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒപ്പം അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഒരുപാട് ആവശ്യമാണ്.